വർഗീയ ശക്തികളുമായി ഒത്തുതീർപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പാറ്റേൺ തന്നെ കോൺഗ്രസ് പിന്തുടരും. ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ UDFിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ UDFിലേക്ക് വീഴും. സതീശൻ വെൽഫെയർ പാർട്ടിയെ സ്വാഗതം ചെയ്തപ്പോൾ രമേശ് ചെന്നിത്തല വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം. തീവ്ര വർഗീയ ശക്തികളാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. ഈ പ്രസ്ഥാനങ്ങൾക്ക് പലയിടത്തും വോട്ട് ബാങ്കുകളുണ്ട്. അവരുടെ വോട്ടുകൾ UDFിലേക്ക് മടങ്ങിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈസിയായി ജയിച്ചു കയറാം എന്നാണ് സതീശൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് സതീശൻ പയറ്റുന്നത്. പക്ഷേ ഈ തന്ത്രം തിരിച്ചടിയാകുമോ എന്ന സംശയമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി തുടങ്ങിയവയൊക്കെ വർഗീയ പാർട്ടികളായി അകറ്റി നിർത്തുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുമായുള്ള ഒരു ബാന്ധവം UDFിന് തിരിച്ചടിയായി മാറുമെന്ന് രമേശ് ചെന്നിത്തലയും കൂട്ടരും ഭയക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും UDFിന് അനുകൂലമായി പ്രവർത്തിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വലിയൊരു വിജയം നേടാനുള്ള കാരണവും അതാണ്. വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വീണു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയായാണ് കണക്കാക്കുന്നത്. അവർക്ക് പത്രമുണ്ട്, ചാനലുണ്ട്. മാധ്യമം പത്രവും മീഡിയ ഓൺ ചാനലും അവർക്കുണ്ട്. അവർ അതിലൂടെ വർഗീയത വളർത്തുന്നു എന്നാണ് ആക്ഷേപം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയാണ്. മൗദൂദി ആയുധത്തിലൂടെ ആശയം പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവാണ്. ലോകമെമ്പാടും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുണ്ട്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുമായാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നത്. മറുവശത്ത് CPMന് ഒരു കരാറുമില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ SDPI തയ്യാറായി നിൽക്കുന്നു എന്നത് ശ്രദ്ധേയം. കഴിഞ്ഞ തവണ CPMന് SDPI വോട്ടുകൾ ബൾക്കായി വീണിരുന്നു. അതുകൊണ്ടാണ് കഴക്കൂട്ടത്തും നേമത്തും CPMന് വിജയിക്കാനായത്. ഇപ്പോൾ SDPI വോട്ടുകൾ LDFിന് വീഴും എന്ന സൂചന SDPI നേതാക്കൾ നൽകുന്നു. കാരണം BJP അകറ്റി നിർത്തുക, അതാണ് SDPIയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. എന്തായാലും രണ്ട് മതതീവ്ര ശക്തികൾ എന്ന് പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ച് കോൺഗ്രസും SDPIയെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷവും അംഗത്തിന് ഒരുങ്ങുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ കൂട്ടുകെട്ട് ദർശിക്കാനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഒരു കരാറുമില്ലാതെ, ഒരു അജണ്ടയുമില്ലാതെ UDFിന് വോട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. DD സതീശൻ അത് സ്വീകരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടില്ല. SDPI CPMുമായി ബന്ധമില്ലെങ്കിലും CPMന് SDPIയുടെ വോട്ട് വേണ്ട എന്നവർ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും SDPI വോട്ട് CPMന് തന്നെ. അത് SDP വൃത്തങ്ങൾ CPMനോട് വ്യക്തമാക്കി. എന്തായാലും ഇലക്ഷന് ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അത് UDFും LDFും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഏത് മാർഗത്തിലൂടെയും ഏത് ലക്ഷ്യത്തിലൂടെയും വിജയം നേടുക എന്നതാണ് ഇരു പാർട്ടിക്കാരുടെയും ഇപ്പോഴത്തെ അജണ്ട. അതുകൊണ്ട് തന്നെ വർഗീയ പാർട്ടി അല്ലാത്തവർ എന്നിങ്ങനെയുള്ള ചേരിതിരിവൊന്നും ഇലക്ഷന് കാണില്ല. ഇലക്ഷൻ ആവശ്യം തന്ത്രങ്ങളാണ്. എന്തായാലും വെൽഫെയർ പാർട്ടി UDFിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് UDFിന് അല്പം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. SDP വോട്ടുകൾ ഇടതുപക്ഷത്തിന് മറയുന്നത് ഇടതുപക്ഷത്തിനും ആത്മവിശ്വാസം നൽകും. എന്തായാലും യുദ്ധം കനക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്
യഥാർത്ഥ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് മുമ്പുള്ള മോഡൽ പരീക്ഷയാണ്. ആ മോഡൽ പരീക്ഷയിൽ SDPI ആണോ വെൽഫെയർ പാർട്ടിയാണോ ശക്തി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. LDF ജയിച്ചു കയറിയാൽ SDPIയുടെ ശക്തി പ്രകടമാണ്. LDF ജയിച്ചു കയറിയല്ല, വലിയ ഒരു വിജയം നേടിയാൽ SDPIയുടെ ശക്തി അവിടെ പ്രകടമായിരിക്കും. UDF മുൻതൂക്കം നേടിയാൽ അവിടെ വെൽഫെയർ പാർട്ടിയുടെ ശക്തിയും പ്രകടമായി കാണാം.